ഹായ് മക്കളെ, ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം റീനീറ്റ് കൗണ്ട് ഡൗൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ പാർട്ടിൽ ബോർ മോഡലും അതിൻ്റെ പാരാമീറ്റേഴ്സ് വരെയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ പാർട്ട് സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ആറ്റത്തിൽ ഏതൊക്കെയാണ് സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതിൽ ചാർജ്, മാസ്, E/m വാല്യൂ, പ്രോപ്പർട്ടീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം. ഈ ഭാഗത്ത് തന്നെയാണ് ആറ്റത്തിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. ഒരു ആറ്റത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നും, അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്, ഐസോടോപ്പ് എന്താണ്, ഐസോബാർ എന്താണ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ റെപ്രസെന്റ്സ് ഐസോട്ടോൺസ്? താഴെ തന്നിരിക്കുന്നതിൽ ഐസോട്ടോൺസ് ഏതാണെന്നാണ് ചോദ്യം. മക്കളെ, അപ്പോ ഐസോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ZXA എന്നാണ്, അല്ലെ? ZXA. അതിൽ A മൈനസ് Z ആണ് എന്ത് കിട്ടുക, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടുക. A എന്ന് പറയുന്നത് മാസ് നമ്പറും Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറും. അത് കുറച്ചാലാണ് A മൈനസ് Z ചെയ്താൽ, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താലാണ് നമ്മൾക്ക് എന്ത് കിട്ടുക, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടുക. അങ്ങനെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സിമിലർ ആവുന്ന, സെയിം ആവുന്ന ആ പെയറിനെ നമുക്ക് പറയാം, അവരെന്താണെന്ന് പറയാം, ഐസോട്ടോൺസ് ആണെന്ന് പറയാം. സോ ആദ്യത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. A എന്ന് പറയുന്നത് AS 3377 ആണ്. അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു 77 മൈനസ് 33 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുക 44 ന്യൂട്രോൺസ് ആണ് കിട്ടുക, അല്ലെ? അതിൽ തന്നെ സെലീനിയം SE തന്നിട്ടുണ്ട്, 34 തന്നിട്ടുണ്ട്, 78 തന്നിട്ടുണ്ട്. സോ 78 മൈനസ് 34 44. സോ ആ തന്നിരിക്കുന്ന പെയറിൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇവർക്കാണുള്ളത്. സോ ആ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ് മക്കളെ, ഐസോട്ടോൺസ് ആണ്. ബാക്കിയുള്ളതൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം അതായിരിക്കില്ല. സോ ഐസോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം, റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് set of ions represents the collection of isoelectronic species? അപ്പോൾ അടുത്തിട്ട് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കാം, സെയിം ആയിരിക്കാം. ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിട്ടുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ആദ്യത്തെ പേര് നോക്കാം. പൊട്ടാഷ്യം ആണ് തന്നിട്ടുള്ളത്. പൊട്ടാഷ്യം K+, പൊട്ടാഷ്യം 19 ആണ്. സോ K+ എന്ന് പറയുമ്പോൾ അതിലെ ഇലക്ട്രോണിന്റെ എണ്ണം 18 ഇലക്ട്രോൺ ആണ്, അല്ലെ? ഒരു ആറ്റം ഒരു കാറ്റയോൺ ആകുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ക്ലോറിൻ 17 ഇലക്ട്രോൺ ആണുള്ളത്. Cl- ആകുമ്പോൾ അത് എത്ര ഇലക്ട്രോൺ ആയി, 18 ഇലക്ട്രോൺ ആയി. മെഗ്നീഷ്യം 12 ആണ്, 12 ഇലക്ട്രോൺ ആണ്. മെഗ്നീഷ്യം 2+ എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺ ആയി. ഇനി ആ ഗ്രൂപ്പിന് നോക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. ഇനി അതേപോലെ നമുക്ക് നോക്കാം. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്, 11 ഇലക്ട്രോൺ ആണുള്ളത്. Na+ ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ ആയി, 10 ഇലക്ട്രോൺ ആയി. കാൽഷ്യം 20 ആണ്, അപ്പൊ ഇത് 18 ഇലക്ട്രോൺ ആണ് വരിക. അപ്പൊ ഈ ഗ്രൂപ്പിനെ നമുക്ക് നോക്കണ്ട. ഓപ്ഷൻ സി നമുക്ക് നോക്കാം. ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാഷ്യം 19 ആണ്, 19 ഇലക്ട്രോൺ ആണ്. K+ എന്ന് പറയുമ്പോൾ 18 ഇലക്ട്രോൺ ആണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്, 20 ഇലക്ട്രോൺ ആണ്. Ca2+ 18 ഇലക്ട്രോൺ ആയി. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. ഡി ബ്ലോക്ക് എലമെന്റിലെ സ്റ്റാർട്ടിംഗ് മെമ്പർ ആണ് സ്കാൻഡിയം. സോ സ്കാൻഡിയം 3+, അത് എത്ര ഇലക്ട്രോൺ ആയി, 18 ഇലക്ട്രോൺ ആയി. ക്ലോറിൻ 17 ആണ്, 17 ഇലക്ട്രോൺ ആണ്. Cl- എന്ന് പറയുമ്പോൾ 18 ഇലക്ട്രോൺ ആയി. നോക്കൂ, അപ്പോൾ തന്നിരിക്കുന്നതിൽ എന്ത് സെയിം ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം ആണ്. സോ ഈ ഗ്രൂപ്പിനെ എന്ത് സ്പീഷീസ് എന്ന് വിളിക്കാം, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ, റൈറ്റ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ. an ion with mass number possess 1 unit of negative charge.
if they contain 11.1% more neutron than electron, the symbol of the ion X is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതോ ഒരു അയോണാണ്, ആ അയോണിന്റെ മാസ് നമ്പർ തന്നിട്ടുണ്ട് 37 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആണ്. സോ ഈ തന്നിരിക്കുന്ന അയോൺ ആരാണ്? ഒരു ആനയോൺ ആണ് എന്ന് മനസ്സിലായി. കാരണം എക്സ്ട്രാ ഒരു നെഗറ്റീവ് ചാർജിന്റെ നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ആനയോൺസ് എന്ന് പറയാ. അങ്ങനെ വായിക്കുമ്പോൾ തന്നെ എയും സിയും എനിക്ക് കട്ട് ചെയ്തൂടെ? കാരണം എയും സിയും എന്തല്ല? ആനയോൺ അല്ല, അത് ആറ്റമാണ്. അപ്പൊ എനിക്ക് കട്ട് ചെയ്യാം. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ആ ആനയോണിൽ 11.1% ന്യൂട്രോൺസ് കൂടുതലാണ് ആരെക്കാളും? ഇലക്ട്രോണിനേക്കാളും. അങ്ങനെയാണെങ്കിൽ എനിക്കതിലെ ഇലക്ട്രോണിന്റെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺ എക്സ് ആണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് x-1 ആണെന്ന് പറഞ്ഞൂടെ? കാരണം 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ടോ അതിനേക്കാളും ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺ എക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയായിരിക്കും? x-1 ആയിരിക്കും. ഇനി തന്നിരിക്കുന്നത് തന്നെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഇലക്ട്രോണിനെ അപേക്ഷിച്ച് 11.1% കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം, ഇലക്ട്രോണിനെ അപേക്ഷിച്ച് ഇത്ര മാത്രം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു 1.11x എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എന്തൊക്കെ കിട്ടി? മാസ് നമ്പർ കിട്ടി, ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺ എക്സ് ആണെന്ന് ഞാൻ എടുത്തു, പ്രോട്ടോൺ x-1 ആണെന്ന് എടുത്തു, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ക്വസ്റ്റ്യനിൽ തരുന്ന രീതിയിൽ ഇത്ര ശതമാനം കൂടുതലാണ്, ആരെ അപേക്ഷിച്ച്? ഇലക്ട്രോണിനെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് എനിക്ക് കിട്ടി. ഇനി എനിക്കറിയാം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണും കൂടിയതല്ലേ മാസ് നമ്പർ? ആ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണും കൂടിയ മാസ് നമ്പർ എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്? 37 തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാ? x-1 അല്ലേ? നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയാണ്? 1.11x ആണോ? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് 1 ഇങ്ങോട്ടേക്ക് എടുത്താൽ എനിക്ക് എഴുതാം 2.11x is equal to എനിക്ക് എത്രയെന്ന് എഴുതാം? എനിക്ക് 38 എന്ന് എഴുതാം. ആണോ? അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് ഈ 38 ഡിവൈഡഡ് ബൈ 2.11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് എത്രയാ കിട്ടുക? 18 × 2 അല്ലേ 36. സോ 18 പോയിന്റ് സംതിങ് ആണ്. സോ x അപ്രോക്സിമേറ്റ്ലി എനിക്ക് എത്രയാന്ന് എടുക്കാം? 18 ആണെന്ന് എടുക്കാം. സോ എനിക്ക് എന്താണ് എക്സ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. സോ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 18 ആണ്. ആണല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു യൂണിറ്റ് നെഗറ്റീവ് ചാർജ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് x-1 അല്ലേ? അപ്പോൾ അത് 18 - 1 അല്ലേ? അപ്പൊ അത് 17 അല്ലേ? ശരിയല്ലേ? ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലേ മക്കളെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവൻ എത്രയാ മക്കളെ? 17 ആടാ. അങ്ങനെയാണെങ്കിൽ എന്റെ ഓപ്ഷൻ ഏതാടാ വരിക? ഡി ആണ് ഓപ്ഷൻ വരിക. ഓക്കെ, അപ്പൊ നോക്കൂ, എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ മാസ് നമ്പർ 37 തന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് നെഗറ്റീവ് ചാർജ് അധികമാണെങ്കിൽ പ്രോട്ടോണിനേക്കാളും ഒരു ഇലക്ട്രോൺ അധികമാണ്. സോ അതൊരു ആനയോൺ ആണ്. അതുകൊണ്ട് എയും സിയും ഞാൻ കട്ട് ചെയ്തു. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺ എക്സ് ആണെങ്കിൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും? x-1 ആയിരിക്കും. ഇനി ന്യൂട്രോണിന്റെ അളവ് ഇത്ര ശതമാനം കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്. സോ എനിക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടി. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണും കൂടെ കൂടിയതാണ്. അവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്തു, ഞാൻ എക്സ് കണ്ടുപിടിച്ചു, പ്രോട്ടോൺ കണ്ടുപിടിച്ചു, സിംബൽ അസൈൻ ചെയ്തു. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ സ്പീഷീസ് M2+ എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവർ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? 1s2, 2s2, 2p6, 3s2, 3p6, 3d6. ഓക്കെ, അതിന്റെ അറ്റോമിക് വെയിറ്റ് 56 തന്നിട്ടുണ്ട്. മാസ് നമ്പർ 56 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ന്യൂട്രോൺസ് ഉണ്ടാവും? സി, അങ്ങനെയാണെങ്കിൽ ഇതിൽ എമ്മിന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 1s2 അങ്ങനെ തന്നെ ഉണ്ടാവും, 2s2 ഉണ്ടാവും, 2p6 ഉണ്ടാവും, 3s2 ഉണ്ടാവും, 3p6 ഉണ്ടാവും. 3p കഴിഞ്ഞാൽ ശരിക്കും അവിടെ ആരാ വരേണ്ടത്?
4s2 3d6. ഇനി ഇവിടുന്ന് 2 ഇലക്ട്രോൺ പോകുമ്പോഴല്ലേ ഇവൻ M2+ ആവുമ്പോൾ ഔട്ടർ മോസ്റ്റിലുള്ള 4s ഇലക്ട്രോൺ പോകുമ്പോഴല്ലേ അവൻ M2+ കോൺഫിഗറേഷൻ കിട്ടുക. സോ ഇവനാണ് എന്തിന്റെ കോൺഫിഗറേഷൻ? എമ്മിന്റെ കോൺഫിഗറേഷൻ, അതായത് ന്യൂട്രൽ ആറ്റത്തിലെ കോൺഫിഗറേഷൻ. ന്യൂട്രൽ ആറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് പ്രോട്ടോണും തുല്യമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്ര വരും നോക്കൂ? 6, 8, 8 6 14, 16, 6 22, 24 2 എത്ര കിട്ടി? 26. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോണും എത്രയായിരിക്കും? 26 അല്ലേ കുട്ടികളെ? അത് തന്നെയല്ലേ അറ്റോമിക് നമ്പർ? നമ്മുടെ സിമ്പൽ എങ്ങനെയായിരുന്നു? XZA ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ X എന്ന് എഴുതി. Z എത്രയാണ്? 26. മാസ് നമ്പർ എത്രയാണ്? 56. എന്റെ അടുത്ത് ചോദിച്ചുള്ളത് നമ്പർ ഓഫ് ന്യൂട്രോൺ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? 56 - 26. എന്റെ ആൻസർ എത്ര? 30. ഓപ്ഷൻ ഈസ് ഡി. ക്ലിയർ? റൈറ്റ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം മക്കളെ. സോ ബേസിക് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ നേച്ചറിലേക്കാണ്. അതായത് റൂദർഫോർഡ് മോഡലിന്റെ ഡീമെറിറ്റ്സിന് ശേഷം ഒരു സുപ്രഭാതത്തിലല്ല ബോർ മോഡൽ കയറി വന്നത്. ബോർ മോഡൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുകയും അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് വേവ് നേച്ചർ ഉണ്ടെന്നും പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നും ഒക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേവ് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു. അതിന് പറ്റാത്ത കാര്യങ്ങൾ പാർട്ടിക്കിൾ ക്യാരക്ടറിന് പറ്റി. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വേവും അല്ല പാർട്ടിക്കിളും അല്ല, പകരം ഒരു ഡ്യുവൽ നേച്ചർ കാണിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സ്പെക്ട്രം നമ്മൾ അവിടെ തുടങ്ങി വെച്ചതിന് ശേഷമാണ് ബോർ മോഡലിലേക്ക് കയറുന്നത്. സോ നമുക്ക് ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ നേച്ചറിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം: എ സോഡിയം വേപ്പർ സ്ട്രീറ്റ് ലാമ്പ് emits a radiation of wavelength 589 നാനോമീറ്റർ. ദ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ വുഡ് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സോഡിയം വേപ്പർ ലാമ്പിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ലാംഡ ആണ് വേവ് ലെങ്ത്. അത് 589 നാനോമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാടാ? 589 × 10⁻⁻⁹ മീറ്റർ ആണല്ലോ. ഇനി ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ? ഫ്രീക്വൻസി is equal to c/λ ആണല്ലോ. സോ ദിസ് is equal to 3 × 10⁸ എന്നല്ലേ എനിക്ക് എഴുതാൻ പറ്റുക? ഡിവൈഡഡ് ബൈ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 589 × 10⁻⁹. അയ്യോ സാറേ, വലിയ കാൽക്കുലേഷൻ അല്ലേ, എങ്ങനെയാ നമ്മൾ ചെയ്യുക? യാതൊരു തരത്തിലുള്ള ചിന്തയ്ക്കും അവിടെ സ്കോപ്പ് ഇല്ല. പെട്ടെന്ന് നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. നോക്കൂ, ഇവനെ 30 × 10⁻⁷ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 30 × 10⁻⁷ എന്ന് എഴുതാം. 589 5.89 × 10⁻⁻⁷ എന്ന് എഴുതാം. റെഡി ആണല്ലോ കുട്ടികളെ? റൈറ്റ്. ഇനി നോക്കടാ, ഈ 5.89 ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാടാ? 6 ആ. അപ്പൊ 6 30, 6 5 30 ആണോടാ? 5 അല്ലടാ. 10⁻⁷ മേലേക്ക് പോകുമ്പോൾ 10⁻⁷ ആവും. അപ്പൊ എത്രയാവൂടാ? 5 × 10⁻⁴. സോ അതിന് സിമിലർ ആയിട്ട് വരുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഓപ്ഷൻ എ. സോ മക്കളെ, ഇങ്ങനെ ഫിസിക്കലിന്റെ ഭാഗത്തിൽ വരുന്ന സമയത്ത് ആ പ്രോബ്ലത്തിലെ ന്യൂമറിക്കൽസിനെ പെട്ടെന്ന് സോൾവ് ചെയ്യാനും ടാക്കിൾ ചെയ്യാനും നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഇതായി കിട്ടും. അതല്ലാതെ നമുക്ക് അയ്യോ ഇത് എങ്ങനെയാ ഡിവൈഡ് ചെയ്യുക, അത് നമുക്ക് മാത്തമാറ്റിക്കൽ സ്കില്ല് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. റൈറ്റ്. ഇനി നമ്മുടെ ചോദ്യം: എനർജി ഓഫ് 1 mole ഓഫ് ഫോട്ടോൺ whose frequency is 5 × 10⁻14 ഹെർട്സ് എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 5 × 10⁻14. എനിക്ക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എഴുതും E = എന്ത് എഴുതും? hν എന്ന് എഴുതും. പക്ഷെ എനിക്ക് 1 മോളിന്റെ കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ഇൻറ്റു എന്ത് നമ്പർ ചെയ്യണം? അവഗാഡ്രോ നമ്പർ ചെയ്യണം. സോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ് മക്കളെ? 6.6 × 10⁻34 ഫ്രീക്വൻസിന്റെ വാല്യൂ 5 × 10⁻14, അവഗാഡ്രോ നമ്പർ 6 × 10⁻23. റൈറ്റ്? ഇങ്ങനെയല്ലേ നമുക്ക് ഉണ്ടാവുക? ഇനി ഇതിന് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവൻ അപ്രോക്സിമേറ്റ്ലി 7 ആണ്, ഇവൻ 30 ആണ് ആണല്ലോ. അപ്പോ 6 5 30, 30 × 7 210. പക്ഷെ 7 ഇല്ല, 6.6 ഉള്ളൂ. സോ 210 തൊട്ടടുത്തൊരു ആൻസർ ഏതാണ് മക്കളെ ഉള്ളത്? 199.5. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് എ. റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ ഈസ് 5 × 10⁻13 സെക്കൻഡ് ഇൻവേഴ്സ്.
upon which 1 into 10 raised to 14 second inverse frequency of light is focused, then the maximum kinetic energy of the emitted electron is എന്നാണ് ചോദ്യം. മക്കളെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഒക്കെ തന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ചോദ്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ്. സോ നമ്മുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 5 into 10 raised to 13 എന്ന് തന്നിട്ടുണ്ടല്ലോ. ന്യൂ 0 ന്യൂ എന്ന് പറയുന്നത് ആള് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 into 10 raised to 14. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കൈനറ്റിക് എനർജി. ഒരു ചോദ്യം വായിക്കുമ്പോൾ ആ ചോദ്യത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു സ്കീം കിട്ടുകയും പെട്ടെന്ന് തന്നെ നമുക്കുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. സോ എന്താ നമ്മുടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h nu മൈനസ് h nu 0 അല്ലേ? ഇനി h പുറത്തെടുക്കുകയാണെങ്കിൽ ke is equal to h into nu minus nu 0 എന്നാണ്. ആണല്ലോ. Planck's constantന്റെ വാല്യൂ 6.6 into 10 raised to minus 34 അല്ലേ? റെഡി? ന്യൂന്റെ വാല്യൂ എത്രയാണ്? 1 into 10 raised to 14 minus 5 into 10 raised to 13. നോക്കടാ കുട്ടികളെ, ഇവിടെ 10 raised to 14 ആണ്, ഇവിടെ 10 raised to 13 ആണ്. പവർ ഡിഫറെന്റ് അല്ലേ? സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? പവർ സെയിം ചെയ്യണം. നോക്കൂ, 6.6 into 10 raised to minus 34 into ഇവനെ ഞാൻ 1 into 10 raised to 14 എന്നും ഇവനെ 0.5 into 10 raised to എനിക്ക് എന്ത് എഴുതാം മക്കളെ? 14 എഴുതി കഴിഞ്ഞാൽ that will be well and good, right? ഇങ്ങനെ എഴുതാം എനിക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? 6.6 into 10 raised to minus 34 into ഇവനെ എനിക്ക് 0.5 into 10 raised to എന്ത് എഴുതാം? 14 എഴുതാം. 0.5 എന്ന് പറയുമ്പോൾ 1/2 എന്നല്ലേ അർത്ഥം? സോ ഇവൻ എന്ത് വരും? 3.3 into 10 raised to എത്ര വരും മക്കളെ? -20 എന്ന് വരും. സോ 3.3 into 10 raised to -20. മൈ ഓപ്ഷൻ ഈസ് ബി. റൈറ്റ്? അടുത്ത ചോദ്യം. ഇൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് the kinetic energy of the photo electron linearly varies with എന്നാണ് increases with എന്നാണ് ചോദിച്ചത്. അതായത് കൈനറ്റിക് എനർജിയും ഫോട്ടോ ഇലക്ട്രോണും തമ്മിലുള്ള റിലേഷൻ. റൈറ്റ്? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇജക്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ 2 കേസ് പഠിച്ചിട്ടുള്ളത് ഫോട്ടോ ഇലക്ട്രിക്കിന്റെ കേസിൽ. ആദ്യത്തെ കേസിൽ ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ കൂട്ടി, ഫ്രീക്വൻസി കൂടി, അപ്പോൾ ആര് കൂടി? കൈനറ്റിക് എനർജി കൂടി. അപ്പൊ കൈനറ്റിക് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് കൂട്ടിയിട്ടുണ്ടാവണം? ഫ്രീക്വൻസി കൂട്ടിയിട്ടുണ്ടാവണം. എന്റെ ഓപ്ഷൻ ഇസ് ബി. റൈറ്റ്? ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. കാൽക്കുലേറ്റ് ദ എനർജി ഇൻ ജൂൾ കറസ്പോണ്ടിങ് ടു ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 45 നാനോമീറ്റർ. എനിക്ക് ലൈറ്റിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 45 നാനോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് എത്രയാടാ? 45 into 10 raised to minus 9 മീറ്റർ ആണ്. ആണല്ലോ. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? എനർജി കണ്ടുപിടിക്കണം. സോ ഈ ഒരു ഇക്വേഷൻ E is equal to എന്താ മക്കളെ? h nu അല്ലേ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ അവർ തന്നിട്ടുണ്ട്. എന്താണ്? 6.6 into 10 raised to minus 34. ഓക്കെ റൈറ്റ്? 6.6 into 10 raised to minus 34 into എനിക്ക് എന്തില്ല? ന്യൂ ഡയറക്റ്റ് ഇല്ല. ന്യൂ ഈക്വൽ ടു എന്താണ് മക്കളെ? C by lambda ആണല്ലോ. സോ സിയുടെ വാല്യൂ 3 into 10 raised to 8 അല്ലേ? ലാംഡ എത്രയാണ്? ഡിവൈഡഡ് ബൈ 45 into 10 raised to minus 9. റൈറ്റ്? ബാക്കിയൊക്കെ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. 3 45 15 into 3 45. റൈറ്റ്? ഇനി 6.6ഉം 15ഉം എങ്ങനെയാ കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ നോക്കാം. ഈ 6.6 into 10 raised to minus 34നെ ഞാൻ 66 into 10 raised to minus 35 എന്ന് എഴുതട്ടെ, into 10 raised to 8 എന്ന് എഴുതട്ടെ, into ഈ 10 raised to minus 9 മേലേക്ക് കൊണ്ടുപോയാൽ 10 raised to 9 ആണെന്ന് എഴുതട്ടെ, ഡിവൈഡഡ് ബൈ 15 ആണെന്ന് എഴുതട്ടെ. റൈറ്റ്? ഇനി നിങ്ങൾക്കറിയാം 15 into 4 ആണ് 60. സോ 4 പോയിന്റ് തുടങ്ങുന്ന ഒരു ആൻസർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓപ്ഷൻ എയും കട്ട് ചെയ്യാം, ഓപ്ഷൻ ബിയും കട്ട് ചെയ്യാം. അപ്പൊ 4 point something ആണ് ഇൻറ്റു 10ന്റെ പവർ നമുക്കിനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. നോക്കൂ, -35 ആണ്. 9 8 എത്രയാടാ? 17. അപ്പൊ -35ഉം 17 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 into 10 raised to minus 18. എന്റെ ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ ഡി. റൈറ്റ്? സോ വലിയ സിംപ്ലിഫിക്കേഷൻ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് സ്പീഡ് ആവുന്നതനുസരിച്ച് ചെയ്താണ് സ്പീഡ് ആവുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്ത നോക്കൂ. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് photochemical equivalence, the energy absorbed in Earth's
ഇസ് ഗിവൺ ആസ് എന്ന് തന്നിട്ടുണ്ട്. സോ എനിക്ക് എനർജി തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? എച്ച് ന്യൂ തന്നെയാണ്. സെയിം ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ തന്നെയാണ്. ദെൻ പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. സോ ഇൻറ്റു ഞാൻ എന്ത് ചെയ്യണം? അവഗാഡ്രോ നമ്പർ ചെയ്യണം. റൈറ്റ്. സോ എച്ചിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 6.63 ഇൻറ്റു 10⁻⁻27 ആണ്. ഫ്രീക്വൻസിയുടെ വാല്യൂ സി തന്നിട്ടുണ്ട്. സോ സി ബൈ ലാംഡയാണ് ഫ്രീക്വൻസി. ആ സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁻10 ആണ് തന്നിട്ടുണ്ട്. ബൈ ലാംഡ ഞാൻ താഴെ ഇട്ടു ആണല്ലോ. ഇൻറ്റു എന്ത് നമ്പർ ആണ്? അവഗാഡ്രോ നമ്പർ ആണ്. 6 ഇൻറ്റു 10⁻23. റൈറ്റ്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് 6.6 എടുക്കാം, ഇൻറ്റു 3 എടുക്കാം, ഇൻറ്റു 6 എടുക്കാം, ബൈ എന്തെടുക്കാം? ലാംഡ എടുക്കാം. ആണോടാ കുട്ടികളെ? ഇനി നോക്കടാ കുട്ടികളെ, ഇൻറ്റു ഇവിടെ എത്രയാടാ? 10⁻⁻27. 23ഉം 10ഉം 33 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 10 എത്ര എടുക്കാം? ഇവിടെ മൈനസ്. ഇവിടെ എനിക്ക് എന്ത്? 33 മൈനസ് അല്ല, ഇവിടെ 6 എന്ന് വരും. 33ഉം -27 6 എന്ന് വരും. സോ ഇനി 6 ഇൻറ്റു 6 36. 36 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരും മക്കളെ? ഏതാണ്ട് 3 18 3 9 10 108ന്റെ അടുത്തേക്ക് വരും. സോ 10 അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഈസ് 108 ഇൻറ്റു 10 എന്ത് വരും? 6. ഓപ്ഷനിലേക്ക് നമുക്ക് ബൈ ലാംഡ. സോ ഓപ്ഷനിലേക്ക് മാറ്റാൻ നോക്കുകയാണെങ്കിൽ ഈ എനിക്ക് എഴുതാം 1.08 ഇൻറ്റു 10⁸ ബൈ ലാംഡ. സോ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഉത്തരം ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അഗൈൻ പ്ലേസ് ദ റോൾ. റൈറ്റ്. അടുത്തത്, ദ എനർജീസ് E1 and E2 of two radiations are 25 and 50 respectively. The relation between their wavelength λ1 and λ2 is. അതായത് എനർജിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം ഇക്വേഷൻ E is equal to h nu അല്ലേ മക്കളെ? ഇതിനെ E is equal to h into c by lambda അല്ലേ മക്കളെ? h ഉം c യും കോൺസ്റ്റന്റ് അല്ലടാ. അപ്പൊ എനിക്ക് E ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ എഴുതാലോ. അങ്ങനെയാണെങ്കിൽ E1 by E2 is equal to എന്ത് എഴുതാം? λ2 by λ1. എനർജി 1 ഫസ്റ്റ് വൺ എത്രയാണ്? 25. മറ്റേത് എത്രയാടാ കുട്ടികളെ? 50 is equal to λ2 by λ1. 25ഉം 50ഉം എത്രയാടാ? 1/2. സോ 1/2 is equal to λ2 by λ1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. λ1 is equal to എനിക്ക് എന്ത് എഴുതാം? 2 λ2. മൈ ഓപ്ഷൻ is B. റൈറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈസ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. വിച്ച് വാല്യൂ ക്ലോസസ്റ്റ് ടു ദ വേവ് ലെങ്ത് ഇൻ നാനോമീറ്റേഴ്സ് ഓഫ് എ ക്വാണ്ടം ഓഫ് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 8 ഇൻറ്റു 10⁻15 എന്നാണ് തന്നിട്ടുള്ളത്. എനിക്ക് തന്നിട്ടുണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 8 ഇൻറ്റു 10⁻15 ആണ് തന്നിട്ടുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. കുട്ടികളെ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ? ന്യൂ ഈക്വൽ ടു എന്താടാ കുട്ടികളെ? സി ബൈ ലാംഡയാ അല്ലേ? ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡയാ. അങ്ങനെയെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? സി ബൈ ന്യൂ എന്ന് എഴുതാലോ കുട്ടികളെ. അങ്ങനെയാണെങ്കിൽ സി എത്രയാണ്? 3 ഇൻറ്റു 10⁸8 ആണല്ലോ. ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാടാ കുട്ടികളെ? 8 ഇൻറ്റു 10⁻⁻ എത്രയാടാ കുട്ടികളെ? 15 ആണല്ലോ കുട്ടികളെ. ഇനി ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റണം. ഇവിടെ 30 ഇൻറ്റു 10⁻7 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 10⁻15 എന്ന് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിൽ 3 4 8 32. സോ ഓൾമോസ്റ്റ് 3 പോയിന്റ് സംതിങ് ആയിരിക്കും വരിക. 3 പോയിന്റ് സംതിങ് ആണ് വരിക. ഇനി 10⁻15 മേലേക്ക് പോയി. സോ -15 ആയി. സോ ദാറ്റ് ഈസ് എത്ര വരും എനിക്ക്? 3 ഇൻറ്റു 10⁻⁻ എന്ത് വരും? 8 എന്ന് വരും ആണല്ലോ കുട്ടികളെ. ഇനി ഇതിനെ നാനോമീറ്ററിലേക്ക് മാറ്റാനാ പറഞ്ഞത്. ഇത്രയും മീറ്റർ ആണ്. ഇതിനെ നാനോമീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിനെ നാനോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻9. സോ 3 പോയിന്റ് സംതിങ് ഇൻറ്റു 10⁻⁻8 ഇൻറ്റു 10⁻9. സോ ദാറ്റ് ഈസ് 3 പോയിന്റ് സംതിങ് ഇൻറ്റു 10⁻1. സോ 3 പോയിന്റ് സംതിങ് ദാറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻7. ഇവനല്ല. അപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റ് ആൻസർ എന്താണ് വരിക കുട്ടികളെ? 4 ആണ്. 4 ഇൻറ്റു 10⁻1 ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരിക. ഇവിടെ 3 എന്ന് ഞാൻ എഴുതി. 3 പോയിന്റ് സംതിങ് ആണ്. അത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 4 അപ്രോക്സിമേറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്.
അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബോർ മോഡലാണ്. നമുക്ക് ബോർ മോഡലും അതിന്റെ പാരാമീറ്റേഴ്സിലേക്കും മുന്നോട്ടേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കൂ, ബോർ മോഡലിനെ ബേസ് ചെയ്ത്. അക്കോർഡിംഗ് ടു ബോർ തിയറി, which of the following correctly represents the variation of energy and radius of an electron in the nth orbit of hydrogen atom? അതായത് ഓർബിറ്റിന്റെ എണ്ണവും എനർജിയും റേഡിയസും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. മക്കളെ, എന്താ നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ? ഇലക്ട്രോൺ വോൾട്ടില് എനർജി ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു സെറ്റ് സ്ക്വയർ ആണ്. ഹൈഡ്രജൻ ആകുമ്പോൾ സെറ്റിന്റെ വാല്യൂ 1 ആയി പോകും, നിങ്ങൾക്ക് അറിയാം. സോ ഇവിടെ എനർജി പ്രൊപ്പോർഷണൽ ടു 1/n1 സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ സിയും അല്ല ഡിയും അല്ല. ഇനി റേഡിയസ് ഓഫ് ഇലക്ട്രോൺ, റേഡിയസ് ഈസ് ഈക്വൽ ടു 0.529 ഇൻറ്റു n സ്ക്വയർ ബൈ z എന്നാണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ r പ്രപ്പോർഷണൽ ടു ആരാണ്? n സ്ക്വയർ ആണ്. സോ r പ്രപ്പോർഷണൽ ടു n സ്ക്വയർ ആണ്. ദെൻ r എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/n1 സ്ക്വയർ ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഈസ് ബി. റൈറ്റ്? ഡയറക്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം നോക്കൂ, നല്ലൊരു ചോദ്യമാണ്. ദ ടൈം ടേക്കൺ for an electron to complete one revolution in Bohr orbit of hydrogen atom is. ഹൈഡ്രജൻ ആറ്റം എടുത്തു, അതിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചോദിക്കും, സാറേ ഇതൊക്കെ സിലബസിൽ ഉണ്ടോ എന്ന്. വളരെ ഈസി ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, കൺസെപ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. അതിന് ആദ്യം അറിയേണ്ടത്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ബോർ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ പെരിമീറ്റർ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റും, ഇത് 2πr ആണെന്ന് പറയാൻ പറ്റും. റൈറ്റ്? 2πr ആണെന്ന് പറയാൻ പറ്റും. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ടൈം ടേക്കൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. റൈറ്റ്? ഇനി ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെരിമീറ്റർ ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? 2πr ആണല്ലോ. ഇനി എനിക്ക് വെലോസിറ്റി അറിയണം. വെലോസിറ്റി അറിയാൻ ബോർ മോഡലിൽ നിന്ന് തന്നെ അറിയാം, mvr ഈസ് ഈക്വൽ ടു nh/2π എന്നാണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു nh ഡിവൈഡഡ് ബൈ 2πmr എന്ന് എനിക്ക് കിട്ടി, ആണല്ലോ. സോ ദിസ് ഈസ് 1, ദിസ് ഈസ് 2, d/v ചെയ്തോളൂ. എന്താണ് കിട്ടുന്നത്? T is equal to 2πr divided by nh divided by 2πmr എന്ന് എഴുതാം, ആണല്ലോ. ഈവൻ മേലേക്ക് പോവല്ലോ. പോണ സമയത്ത് 2 into 2 4, pi into pi, pi square, this is r square divided by m divided by എനിക്ക് എന്ത് എഴുതാം? nh എന്ന് എഴുതാം. So 4 pi square r square by m into m divided by nh എന്ന് എഴുതാം. സോ മൈ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഔട്ടിലെ സി ഇസ് മൈ കറക്റ്റ് ഓപ്ഷൻ. റൈറ്റ്? ഓക്കെ. അടുത്ത ചോദ്യം, റേഷ്യോ ഓഫ് ഏരിയയുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഓർബിറ്റ് ടു ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയയുടെ റേഷ്യോ സെക്കൻഡ് ഓർബിറ്റും ഫസ്റ്റ് ഓർബിറ്റും. മക്കളെ, ഏരിയ സർക്കിൾ ആണ് അല്ലേ? സോ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഏരിയ πr² ആണ്. അപ്പൊ എനിക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് ഈസ് ഈക്വൽ ടു 0.529 ഇൻറ്റു n സ്ക്വയർ ബൈ z ആണ്. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ z ഒരു ആറ്റം ആണ്, സെയിം ആറ്റം ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ഭാഗത്തിനെ കോൺസ്റ്റന്റ് ആക്കി പോയി കഴിഞ്ഞാൽ r പ്രപ്പോർഷണൽ ടു എന്ത് കൊടുക്കാം? n സ്ക്വയർ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടു ഫസ്റ്റ് r2/r1 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ r2/r1 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ 2 സ്ക്വയർ ബൈ 1 സ്ക്വയർ, ദിസ് ഇസ് 4/1. സോ r2/r1 ഈസ് ഈക്വൽ ടു 4/1. സോ അത് എത്രയാണ് മക്കളെ? 4:1. ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ ചാടി കയറി ഇങ്ങനെ വീഴാതെ ചെയ്യല്ലേ. എൻ്റെ അടുത്ത് റേഡിയസിന്റെ റേഷ്യോ അല്ല ചോദിച്ചിട്ടുള്ളത്, ഏരിയയുടെ റേഷ്യോ ആണ്. സോ ഏരിയ ആണെന്ന് പറയുന്നത് πr² ആണ്. സോ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർക്കാണ്? r² ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇവൻ എത്ര വരും? 16 ആവും. ഇവനെ സ്ക്വയർ ചെയ്യുമ്പോൾ തന്നെ 1 തന്നെ. സോ 16:1. മൈ ഓപ്ഷൻ ഈസ് സി. റൈറ്റ്? റേഡിയസിന്റെ റേഷ്യോ അല്ല, ഏരിയയുടെ റേഷ്യോ. റൈറ്റ്? ഇനി അടുത്ത ചോദ്യം നോക്കടാ കുട്ടികളെ. ഇഫ് ദ ഫസ്റ്റ് അയോണൈസേഷൻ എനർജി ഓഫ്
ഹൈഡ്രജൻ ആറ്റം ഈസ് 13.6. ഹൈഡ്രജൻ ആറ്റത്തിന്റെ അയനൈസേഷൻ എനർജി 13.6 ആണെങ്കിൽ സെക്കൻഡ് അയനൈസേഷൻ എനർജി ഓഫ് ഹീലിയം ആറ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് അയനൈസേഷൻ എനർജി ഓഫ് ഹീലിയം ആറ്റം. സോ മക്കളെ ശ്രദ്ധിക്കൂ, എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. 13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു സെറ്റ് സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആണല്ലോ. ഇനി ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 1s2 ഫസ്റ്റ് ഷെല്ലിൽ തന്നെയാണ് ഉള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 13.6 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ ഇൻറ്റു സെഡ് എത്രയാടാ? 2 ആണ്. ദിസ് ഇസ് 2 സ്ക്വയർ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ 13.6 ഇൻറ്റു 4 നമ്മുടെ ഉത്തരം അപ്രോക്സിമേറ്റ്ലി എത്ര വരും മക്കളെ? 54.4, റൈറ്റ്? ഇത്രയേ ഉള്ളൂ. ആ എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ ആണ്. ഹീലിയത്തിന് 1s തന്നെയാണ്, ഫസ്റ്റ് ഓർബിറ്റിൽ തന്നെയാണ്. സെക്കൻഡ് അയനൈസേഷൻ എനർജി വരുമ്പോൾ സെക്കൻഡ് ഇലക്ട്രോണിനെ പോണതാണ്. സോ ഹീലിയം പ്ലസ് ആണ്. ഹീലിയം അത് ഹീലിയം പ്ലസ് ആയി. ഇത് ഫസ്റ്റ് അയനൈസേഷൻ എനർജി. ഹീലിയം 2+ ആയി. സോ ഇത് സെക്കൻഡ് അയനൈസേഷൻ എനർജി. സോ ഇത് ഹീലിയം പ്ലസ് തന്നെയാണ്. സോ അത് ബോർ മോഡൽ അപ്ലിക്കബിൾ ആണ്. യൂണി ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. സോ എനിക്ക് എനർജിയുടെ ഇക്വേഷൻ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഉത്തരം കണ്ടുപിടിക്കാം, റൈറ്റ്? ഓക്കെ. അടുത്തത്, the radius of the first Bohr orbit of the hydrogen atom is r. Then the radius of the first orbit of Li2+ will be എന്നാണ് ചോദിച്ചത്. സോ റേഡിയസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 0.529 ഇൻറ്റു n സ്ക്വയർ ബൈ z ആണല്ലോ കുട്ടികളെ. ഹൈഡ്രജൻ ആറ്റം ആകുമ്പോൾ ഈ സെഡിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 1 ആണ്. ആണോ? സോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ 0.529 ഇൻറ്റു n സ്ക്വയർ ഫസ്റ്റ് ഓർബിറ്റ് n ഈക്വൽ ടു 1 ആണെങ്കിൽ r ഈക്വൽ ടു 0.529 ആണ്. ഇതാണ് അവര് ഈക്വൽ ടു r എന്ന് എടുക്കാൻ പറഞ്ഞത്. ആണോ? ഇനി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് Li2+ ആണ്. ആണോ മക്കളെ? സോ എന്നിന്റെ വാല്യൂ 1 തന്നെയാണ്. ആകെ വ്യത്യാസം വരിക സെറ്റ് ആണ്. സോ എനിക്ക് എഴുതാൻ പറ്റും r ഈസ് ഈക്വൽ ടു 0.529 ഇൻറ്റു 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആ. സോ 0.5 ഇത്രയും ഭാഗം ഞാൻ r ആക്കി എടുത്തു. സോ ദ ന്യൂ Li2+ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? r എന്ന് എഴുതാം. 0.529 എന്ന് പറയുന്നത് r അല്ലേ മക്കളെ? സോ ദാറ്റ് ഇസ് r/3 ആൻഡ് ഓപ്ഷൻ ഇസ് ബി, റൈറ്റ്? അടുത്ത ചോദ്യം. In Bohr model of an atom, when an electron jumps from n equal to 1 to n equal to 3, how much energy will be emitted or absorbed എന്നാണ് ചോദിച്ചിട്ടുള്ളത്. n equal to 1 നിന്നും n equal to 3ലേക്ക് പോയാൽ എത്ര എനർജി അബ്സോർബ് ചെയ്യോ എമിറ്റ് ചെയ്യോ ചെയ്യും? എന്താണ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ? എനർജി ചേഞ്ച് ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ആണല്ലോ കുട്ടികളെ. സോ n1 to n1 3ലേക്കല്ലേ പോയത്? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/1 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ ആണല്ലോ. ആൻഡ് see this is equal to 2.18 into 10⁻⁻18 into this is 1 minus 1/9 ആണല്ലോ. So that is equal to 2.18 into 10⁻⁻18 into എനിക്ക് എത്ര എഴുതാം? 8/9 എന്ന് എഴുതാം ആണല്ലോ കുട്ടികളെ. സോ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ ഒരു വാല്യൂ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 8/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.9872 9 9s are 81 0.9 അപ്രോക്സിമേറ്റ്ലി 0.9 ആണ്. ആണോ? സോ ആക്ച്വലി എന്ന് പറയുന്നത് ഇവൻ എനിക്ക് എന്ത് എഴുതാം? 2.1 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു എനിക്ക് എത്ര എഴുതാം മക്കളെ? 0.9 എന്ന് എനിക്ക് എഴുതാൻ പറ്റും ആണല്ലോ കുട്ടികളെ. സോ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നത് 2.18 ഇൻറ്റു 0.9. സി ഞാൻ അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഇസ് 2.18 ഇൻറ്റു 10⁻⁻0.9 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇവൻ 1.9 ആണ് വരിക. അപ്രോക്സിമേറ്റ്ലി ഇവൻ 1.9 ആണ് വരിക. സോ 1.9 ഇൻറ്റു 10⁻⁻ എത്ര വരും? എനിക്ക് 18 എന്ന് വരും ആണല്ലോ. ഇത്രയും എനിക്ക് ജൂളിലാ കിട്ടുക, അത് മറന്നു പോരുത്. ഇറ്റ് ഇസ് ഇൻ ജൂൾ. എനിക്ക് ഓപ്ഷൻ ഉള്ളത് എർഗില. അപ്പോൾ എർഗിലേക്ക് മാറ്റണമെങ്കിൽ ഇവനെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവൻ എത്ര വരും? 1.9 ഇൻറ്റു 10⁻⁻11 എന്ന് എനിക്ക് എഴുതാൻ പറ്റും ആണോ? So this is as simple as 0.19 into 10⁻⁻10. My option is D, right?
ആകെ ഒന്നുമില്ലടാ കുട്ടികളെ. എനർജിയുടെ ഇക്വേഷൻ എഴുതി, n1² n2² എഴുതി, ഞാൻ സിംപ്ലിഫിക്കേഷൻ 8/9 ഞാൻ അപ്രോക്സിമേറ്റ്ലി 0.9 എഴുതി, 0.9 എഴുതി. അപ്പൊ 2.181 അല്ലേ 2.18 എന്ന് പറയുന്നത്. അപ്പൊ 0.9 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1.9 സംതിങ് ആണ് വരിക. അത് അത്രയും ജൂളിലാ. പക്ഷെ എന്റെ ഓപ്ഷൻ മുഴുവൻ എർഗില. അപ്പൊ ജൂളിന് എർഗിലേക്ക് മാറ്റാൻ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 10⁻⁷ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, ഓപ്ഷൻ ഡി എഴുതി. റൈറ്റ്. Then അടുത്ത ചോദ്യം, the frequency of the radiation emitted when the electron falls from n equal to 4 to n equal to 1. 4ൽ നിന്നും 1ലേക്ക് വന്ന സമയത്ത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അയനൈസേഷൻ എനർജിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഫ്രീക്വൻസി നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 3.29 into 10⁻15 into 1/n1² minus 1/n2². This is the equation. ഹൈഡ്രജൻ ആറ്റം ആണ്. 3.29 into 10⁻15 into 1/n1² minus 1/n2². So that is equal to 3.29 into 10⁻15 into 1/1² minus 1/ എത്ര വരും? 4² ആണല്ലോ. നേരത്തെ റീഅറേഞ്ച് ചെയ്ത പോലെ റീഅറേഞ്ച് ചെയ്യാം. That is equal to 3.29 into 10⁻15 into 1 minus 1/16. 4² 16 അല്ലടാ, 1/16. So that is equal to 3.29 into 10⁻15 into എത്ര വരും? നമുക്ക് 15/16 വരും. നേരത്തെ എടുത്തതുപോലെ തന്നെ ഇവൻ 1-നേക്കാളും ചെറിയൊരു വാല്യൂ 0.9 ചെറിയൊരു വാല്യൂ വരിക ആണല്ലോ കുട്ടികളെ. അങ്ങനെയാണെങ്കിൽ 3.29-നേക്കാളും ചെറിയൊരു ഉത്തരം, 3.29-നേക്കാളും ചെറിയൊരു ഉത്തരം എന്ന് പറയുന്നത് 3.08 into 10⁻15. My option is this. Right? Okay. അടുത്ത ചോദ്യം നോക്കൂ. The Bohr orbit radius of hydrogen atom is approximately 0.53 എന്ന് തന്നിട്ടുണ്ട്. Radius of the first excited state n equal to 2 orbit is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് കുട്ടികളെ, നമുക്ക് നോക്കാം എന്താ റേഡിയസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. റേഡിയസ് ഈസ് ഈക്വൽ ടു 0.529. അവിടെ 53 ആക്കി എടുത്തു ഞാൻ. 0.529 into n²/z ആണ്. ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് z വലുതാണ്. z equal to 1 ആണ്. z വലുതല്ല, z equal to 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ r is equal to 0.53 into എത്രാമത്തെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് തന്നിട്ടുണ്ട്? 2² ആണ് തന്നിട്ട്, n² ആണ്, n2 ആണ്, 2² ആണ്. സോ 0.53 into എത്ര വരും? 4. 50 into 4 200. സോ ഏതാണ്ട് 2.12 is my answer. 2.12 is the correct answer. Right? Okay. ഇനി അടുത്തത് നമുക്ക് നോക്കാം സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനിലേക്ക് നോക്കാം. ഹൈഡ്രജന്റെ സ്പെക്ട്രം ഒരു എമിഷൻ സ്പെക്ട്രം ആണെന്നും ലൈൻ സ്പെക്ട്രം ആണെന്നും പലതരത്തിലുള്ള ലൈൻസ് ഉണ്ടെന്നും, ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഹംഫ്രി എന്ന് പറയുന്ന പലതരത്തിലുള്ള ലൈൻസ് ഉണ്ടെന്നും, ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, അതുപോലെ തന്നെ ഹംഫ്രി ഇങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത്. സോ n equal to 1 ആണെങ്കിൽ ലൈമൻ, 2 ആണ് ബാൽമർ, 3 ആണ് പാഷൻ, 4 ബ്രാക്കറ്റ്, 5 ഫണ്ട്, 6 ഹംഫ്രി അങ്ങനെ പോകുന്നു. ഇതാണ് ഇതിന്റെയൊക്കെ n1 വാല്യൂ. ലൈമൻ കിടക്കുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്, ബാൽമർ ആണ് വിസിബിളിൽ കിടക്കുന്നത്, ബാക്കിയെല്ലാം ഇൻഫ്രാറെഡ് റീജിയനിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്ക് ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഈ സീരീസിനെ ഓർക്കാൻ നമുക്ക് ഇങ്ങനെ ഓർക്കാം. ലൈലേന്റെ ബാപ്പയ്ക്ക് BP എന്ന് ഹംഫ്രി പറഞ്ഞു എന്ന് ഓർക്കാം. ലൈലേന്റെ ബാപ്പയ്ക്ക് BP എന്ന് ആര് പറഞ്ഞു? ഹംഫ്രി പറഞ്ഞു എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സീരീസുകളൊക്കെ ആയി. നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. സ്പെക്ട്രം ഓഫ് He+ സിമിലർ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു സ്പെക്ട്രം ഉണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് സിമിലർ ആയിട്ടാണ് He+ന്റെ സ്പെക്ട്രം എന്നാണ് ഇവർ പറയുന്നത് അസേർഷനിൽ. അതിന് റീസൺ ആയിട്ട് പറയുന്നത് He+ ഈസ് ഓൾസോ 1 ഇലക്ട്രോൺ സിസ്റ്റം. നോക്കൂ, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. He+ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി. സോ 1 ഇലക്ട്രോൺ സിസ്റ്റം. Bohr model is applicable to hydrogen and hydrogen-like species. That means uni-electron species ആണ് applicable ആവുന്നത്. Bohr model applicable ആവുന്നത്. ഇതൊരു uni-electron species ആണ്. അപ്പൊ assertion correct ആണ്, reasoning correct ആണ്. എന്റെ ഓപ്ഷൻ 1 ആണ്. A ആണ് correct option. Right? Okay. അടുത്ത ചോദ്യം. What is the longest wavelength in the Balmer series of the spectrum എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Longest wavelength ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. കുട്ടികളെ, എന്താടാ വേവ് ലെങ്തും എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ അല്ലേ കുട്ടികളെ? അപ്പൊ നോക്കൂ, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിമം എനർജി ഓഫ് ട്രാൻസിഷൻ എന്നല്ലേ അതിനർത്ഥം.
ഇനി ബാൽമർ സീരീസ് ആയതുകൊണ്ട് n1 വാല്യൂ എത്രയാ 2. അപ്പൊ മിനിമം എനർജി ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അതിന് n2 വാല്യൂ എത്രയായിരിക്കണം 3 ആക്കി നമുക്ക് എടുക്കാം. റൈറ്റ്, അതാണ് മിനിമം എനർജി. കാരണം മുകളിലേക്ക് പോകുന്തോറും എനർജി ഗ്യാപ്പ് കൂടുക ചെയ്യണത്. ഇനി അങ്ങനെ n1 2 ആണ്, n2 എന്താണ് 3 ആണ്. എനിക്ക് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എനിക്ക് ഇക്വേഷൻ ഉണ്ട് 1/λ is equal to 109,677 into 1/n1 square minus 1/n2 square ഇക്വേഷൻ ഉണ്ട്. ഉണ്ടല്ലോ, അത്രയും എന്തിലാണ്? സെന്റിമീറ്ററിലാണ്. ഇത്രയും സെന്റിമീറ്ററിലേക്ക് എനിക്ക് പറയാൻ പറ്റും. റൈറ്റ്, ഇനി that is equal to 109,677 into 1/4 minus 2 square 4 ആണ്, 1/9 എഴുതാം. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1/λ is equal to 109,677 into എനിക്ക് 5/9 into 4 36. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ലാംഡ is equal to എനിക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ 36 divided by 5 into 109,677. ഇങ്ങനെ എനിക്ക് എഴുതാമല്ലോ കുട്ടികളെ, ഇത്രയും എനിക്ക് എഴുതാമല്ലോ കുട്ടികളെ. റൈറ്റ്, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറയുന്നത് ഇവനെ ഞാൻ 36/5 എന്ന് തന്നെ ഞാൻ എഴുതി, ഇൻറ്റു ഇവനെ ഞാൻ 1.09677 1 2 3 4 5 ഇൻറ്റു 10⁵ എന്ന് എനിക്ക് എഴുതാലോ. 10⁵ എന്ന് എഴുതാലോ. സോ ഇവനെ 36 5 7 5 35. സോ 7 തുടങ്ങുന്ന ഒരു ആൻസർ, 7 തുടങ്ങുന്ന ഒരു ആൻസർ അല്ലേ? കാരണം 7 5 35 7 തുടങ്ങുന്ന ഒരു ആൻസർ. സോ 7 divided by 1.09 ഞാൻ 1.1 ഇൻറ്റു എത്രയാണ് എഴുതി? 10⁵ എന്ന് എഴുതിയല്ലോ. ഇനി 7 divided by 1 എന്ന് പറയുമ്പോൾ 7 അല്ലേ? അപ്പൊ 1.1 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആൻസർ എത്രയിലേക്ക് വരും? 6 point സംതിങ്ങിലേക്ക് വരില്ലേ കുട്ടികളെ? ഇൻറ്റു 10⁻⁵ എത്ര വരും? -5 വരും. ഇത്രയും എന്തിലാ വരിക മക്കളെ? നമ്മുടെ യൂണിറ്റ് സെന്റിമീറ്ററിലാ. ആണോ? നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്തിലേക്കാ കൺവേർട്ട് ചെയ്യേണ്ടത്? നാനോമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ആണല്ലോ കുട്ടികളെ? സോ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു കുട്ടികളെ? സോ 6 point സംതിങ്. ഓക്കെ, 6 എന്ന് തുടങ്ങുന്ന ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ഇനി 6 ഇൻറ്റു 10⁻⁵ ഇൻറ്റു 10⁻⁻. സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ ആണ് നാനോമീറ്ററിലേക്ക് മാറ്റുന്നത്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇൻറ്റു 10⁻⁻² എന്നും, അപ്പൊ മീറ്ററിലേക്ക് മാറി മീറ്ററിനെ നാനോമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇൻറ്റു 10⁹ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ 10⁻⁻ എത്ര കൊടുത്താൽ മതി? 7 കൊടുത്താൽ മതി. ആണല്ലോ കുട്ടികളെ? അങ്ങനെയാണെങ്കിൽ ദിസ് വാല്യൂ 6 point something ഇൻറ്റു 10⁻² എന്നാ വരിക. സോ 6 point something ഇൻറ്റു 10⁻², മൈ ഓപ്ഷൻ വിൽ ബി 656 എന്നല്ലാതെ വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് എഴുതാനില്ല. അപ്പൊ മക്കളെ, കാൽക്കുലേഷൻ നോക്കി വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിട്ട് വേഗം ഉത്തരങ്ങൾ ചെയ്തു പോകാൻ പറ്റും. റെഡി അല്ലേ? റൈറ്റ്, ഇനി അടുത്ത ചോദ്യം. സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഒക്കേഴ്സ് ഫോർ. മക്കളെ, ഏതിനാണ് ചെറിയ വേവ് ലെങ്ത്? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തില് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അറിയാലോ കുട്ടികളെ. അപ്പൊ ഏറ്റവും വയലറ്റിനാണ് നമുക്ക് വേവ് ലെങ്ത് കുറവ്, ഫ്രീക്വൻസി കൂടുതൽ എന്നൊക്കെ നമ്മുടെ വിസിബിളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ അതിന് മുന്നേ ആര് വരുന്നുണ്ട്? UV വരുന്നുണ്ട്. ആ UVയിൽ വരുന്നത് ആരാണ് മക്കളെ? ലൈമൻ സീരീസ് ആണ്. സോ മൈ ഓപ്ഷൻ വിൽ ബി എ. റൈറ്റ്, ഇനി അടുത്ത ചോദ്യം. What is the maximum number of emission line when an excited electron of hydrogen atom in n equal to 5 drop to ground state? അതായത് ഒരു ഇലക്ട്രോൺ n equal to 5 നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എത്ര നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ അവിടെയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. സോ when an electron comes from nth state to ground state, number of spectral line is equal to n into n-1/2. ഓർക്ക, ഇലക്ട്രോൺസ് nth സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ n into n-1/2. So here 5 into 5-1/2. So that is equal to 5 into 4/2. So that is equal to 20/2. My answer is 10. Option is A. Right? We will move to next question. For Passion series,
മക്കളെ പാഷൻ സീരീസ് ആടാ. ആരാ N1 ആരാ N2? നമ്മുടെ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് ലൈലേന്റെ ബാപ്പയ്ക്ക് BP എന്ന് ആര് പറഞ്ഞു? ഹംഫ്രി പറഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ലൈലേന്റെ ബാപ്പയ്ക്ക് BP ഹംഫ്രി പറഞ്ഞു. സോ പാഷൻ ലൈമൻ, ബാൽമർ, പാഷൻ. മൂന്നാമത്തത് N1 3 ആണ്. മൈ ഓപ്ഷൻ ഇസ് C, റൈറ്റ്? ഓക്കെ. ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ. ബോർ മോഡലിന് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്നുള്ളത് നമുക്കറിയാം. സർക്കുലർ പാത്ത് എന്ന് പറയുന്നത് തെറ്റാണെന്ന് തെളിയിച്ചു. പിന്നെ ഹൈഡ്രജൻ ഒരു ഫൈൻ സ്പെക്ട്രം ഉണ്ട്. ഈ കാര്യങ്ങൾക്കൊന്നും ബോർ മോഡലിന് പറയാൻ പറ്റില്ല എന്നുള്ള തിയറികൾ നമുക്കറിയാം. അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സി, ബോർ മോഡൽ ഫെയിൽസ് ഇൻ ദ കേസ് ഓഫ് മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ്. കറക്റ്റാ. കാരണം യൂണി ഇലക്ട്രോൺ സ്പീഷീസിന് മാത്രമേ ഏത് മോഡൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ? ബോർ മോഡൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. കാരണം ഒന്നിലധികം ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടെന്നും അതനുസരിച്ചിട്ടാണ് അതിന് എനർജി വരുന്നതെന്നും പിന്നെ അങ്ങോട്ടേക്കുള്ള ക്വാണ്ടം മെക്കാനിക്സ് എനർജീനെ കണ്ടുപിടിക്കാൻ N+L ചെയ്താൽ മതിയെന്നും എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ഭാഗത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൺസിഡർ ചെയ്യാത്തത് കൊണ്ടല്ലേ ബോർ മോഡൽ ഫെയിൽ ആയത്? സോ മൈ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാടാ കുട്ടികളെ? A is my correct option, റൈറ്റ്? ഇനി അടുത്ത ചോദ്യം, ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ വാസ് അൺഏബിൾ ടു എക്സ്പ്ലെയിൻ. ബോർ മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? മോഡേൺ സ്ട്രക്ചർ ഓഫ് ആറ്റം. ആ മോഡേൺ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോണും ഹെയ്സൻബർഗിന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റില്ല. പ്രത്യേകിച്ച് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ബോറിന്റെ കൺസെപ്റ്റ് പ്രകാരമുള്ള സർക്കുലർ പാത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എടുത്തു കളഞ്ഞ് പ്രോബബിലിറ്റി ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഹെയ്സൻബർഗ് ആണ്. സോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. സോ മക്കളെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ പാർട്ട് 1 വീഡിയോയിൽ നിങ്ങൾ കണ്ടത് സബറ്റമിക് പാർട്ടിക്കിൾ കണ്ടു, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഡ്യുവൽ നേച്ചറിന്റെ ഭാഗം കണ്ടു, അതിൽ തന്നെ വേവ് നേച്ചറിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു, പാർട്ടിക്കിൾ നേച്ചറിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു, ഡ്യുവൽ നേച്ചർ ഉണ്ട്. ദെൻ ബോർ മോഡലിലെ പാരാമീറ്റേഴ്സിലേക്ക് പോയി, ബോർ മോഡലിലേക്ക് ദെൻ ബോർ മോഡലിലെ ലിമിറ്റേഷൻ ആൻഡ് സ്പെക്ട്രം. സോ ഇത്രയും അടങ്ങുന്നതാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ പാർട്ട് 1. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ചെയ്ത് ക്ലിയർ ആക്കി നോക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.